എന്റെ മായേ, എങ്ങനെയൊക്കെ മുറിവ് ഡ്രസ്സ് ചെയ്തിട്ടും ബ്ലഡ് ഇങ്ങനെ വരുവാണല്ലോ. നീ എന്താണ് ചെയ്തത്? നിനക്കൊന്ന് ശ്രദ്ധിച്ചൂടെ മായേ? അയ്യോ ഏട്ടാ, എന്നെ വഴക്ക് പറയല്ലേ. അല്ലെങ്കിൽ തന്നെ വേദന എടുത്തിട്ട് വയ്യ ഏട്ടാ. എങ്ങനെ പറ്റിയതെന്ന് അറിയില്ല. നിന്നെ വഴക്ക് പറഞ്ഞതൊന്നുമല്ല എന്റെ മായേ. നിന്റെ വേദനയും ഈ ചോര വരുന്നതുമെല്ലാം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു പോയതാ. നീ ഒന്ന് ക്ഷമിക്ക്. ഇനി എന്ത് ചെയ്യാനാ? ഹോസ്പിറ്റലിൽ പോയാലോ നമുക്ക്? അല്ലേലും അവൾക്ക് എന്തെങ്കിലും പറ്റിയാലും ഇവിടെ ഇപ്പോ എന്താ? ഇവിടെയുള്ള എല്ലാ മക്കളെയും നോക്കണം, പണിയെടുക്കണം. അല്ലാതെ അവളുടെ പണി ഇവിടെ എന്താ? അവളതങ്ങനെ ചെയ്തോളും. ആരോടും ഒരു പരാതിയും പറയാതെ. എൻ്റെ പൊന്നു മരുമോനെ ഡോക്ടറുടെ അടുത്തൊന്നും കൊണ്ടുപോണ്ട. അല്ല പിന്നെ ഒന്ന് അടങ്ങി നിൽക്കടാ എൻ്റെ കൊച്ചേ. നിന്നെ നോക്കാൻ പോലും എനിക്ക് വയ്യ. നിന്റെ അമ്മയ്ക്കാണേൽ അതിലും സുഖമില്ല. അപ്പോൾ നീ അടങ്ങി നിന്നിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ തൂക്കി നിലത്തേക്കിടുവേ. എനിക്കാണെങ്കിൽ പിരാന്ത് പിടിച്ചിട്ട് നിൽക്കുക. നീ ഒന്ന് അമർന്നോ. അല്ല പിന്നെ ഹോ, കേട്ടോ നീ? എന്ത് പറഞ്ഞാലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് നിന്റെ അമ്മ ഇങ്ങനെ തുള്ളുന്നത് കാണാം. ഞാൻ വല്ലതുമാണോടി നിനക്കിത് പറ്റിച്ചത്? നിന്റെ അമ്മയെ നീ ഒന്ന് ഉപദേശിച്ച് നന്നാക്കാൻ നോക്ക്. അല്ല പിന്നെ എന്തൊരു സ്ത്രീയാണോ എന്തോ. അയ്യോ, വയ്യ. എന്റെ ഈശ്വര, എന്റെ ഈ അമ്മ എനിക്കൊരു മനസ്സമാധാനം തരത്തില്ലല്ലോ അമ്മേ. എന്തിനാണ് ഏട്ടനോട് അങ്ങനെയൊക്കെ പറയുന്നേ? ഏട്ടൻ എന്ത് ചെയ്തു എന്നാ അമ്മ ഈ പറയുന്നേ? അയ്യോ, എങ്ങനെ ഇവിടെ ജീവിക്കും എന്റെ ഈശ്വര. അമ്മയോട് ചോദിക്കണ്ട, ദേവക്കുട്ടി ഇതിട്ടെന്ന് പറഞ്ഞേണ്ടേ. ദേ വന്നല്ലോ അടുത്ത ആസത്ത്. ഇനി അവളെ ഒന്ന് ചെവി താല കേൾക്കാൻ ഇവളുമാരൊന്നും സമ്മതിക്കില്ല. അമ്മേ അമ്മയെന്നും പറഞ്ഞോണ്ട് ഒരു ഭാഗത്തിന് കിടക്കാനും സമ്മതിക്കില്ലല്ലോ. അയ്യോ, അമ്മമ്മ എന്തൊക്കെയാണ് അമ്മേ പറയുന്നേ? ഞാൻ അമ്മേനെ ഒന്നും ചെയ്തില്ലല്ലോ. ഉടുപ്പ് ഭംഗിയുണ്ടോന്ന് മാത്രം ചോദിച്ചല്ലേയുള്ളൂ അമ്മേ. അമ്മമ്മ ചീത്തയാ അല്ലേ അമ്മേ? ആശുകുട്ടിനെ എവിടെ അമ്മേ? ഞാൻ നോക്കട്ടെ. അമ്മമ്മേനെ അങ്ങനെയൊന്നും പറയല്ല എന്റെ ദേവക്കുട്ടി. അമ്മമ്മ പാവല്ലേ. ഉം, ഉം, ഉം. അമ്മമ്മ നല്ല പാവാണ്. പാവം അമ്മമ്മ. ആശുക്കുട്ടനെ എടുത്തോണ്ട് വരാന് അമ്മ പറഞ്ഞിട്ടുണ്ട്. തായോ അമ്മമ്മേ കാശിനെ. അവനിവിടെ അടങ്ങിയിരിക്കുവല്ലേടി. അവന് കരയുമ്പോ ഞാൻ കൊണ്ട് കൊടുത്തോളാം, നീ പൊക്കോ. വേണ്ട വേണ്ട, അമ്മ പറഞ്ഞിട്ടുണ്ട് കാശിനെ എടുത്തോണ്ട് വാന്ന്. ഞാൻ കൊണ്ട് പൊക്കോളാം അമ്മമ്മേ. അമ്മമ്മ താ. എന്താ നാടി ആസത്തെ, നിന്നോടൊരു കാര്യം പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ലേ? നീ കൊണ്ടുപോകണ്ട. ഇന്നാ പിടിച്ചോ. ഇനി അവനിതെങ്ങാനും കണ്ടു കഴിഞ്ഞ അതിന്റെ കുറ്റവും എനിക്കായിരിക്കും. അമ്മേ, അമ്മേ, കാശിക്കുട്ടി ഇതാ അമ്മേ. നമ്മുടെ കാശി നല്ല കുട്ടിയാണ്. ദേ, എനിക്ക് എത്തുന്നില്ല. ആ, അമ്മയുടെ കയ്യില് എങ്ങനെയാ ചോരയൊക്കെ വന്നേ? അതെ ദേവക്കുട്ടി, ഇന്നലെ അമ്മ തേങ്ങയുടെ പണിയെടുത്തപ്പോ പറ്റിയതാ. അമ്മ ശ്രദ്ധിക്കാതെ ചെയ്തിട്ടല്ലേ ബ്ലഡ് ഒക്കെ വന്നേ? അതൊന്നും സാരമില്ല. നീയേ കുറച്ചു നേരം കാശിക്കുട്ടനെ ഒന്ന് നോക്ക്. അമ്മ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ. വല്ലാത്ത ക്ഷീണം. അയ്യോ, ഭയങ്കര വേദനയും. എത്ര വേദനയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടുത്തെ അസത്യങ്ങളെ മൊത്തം നീ തന്നെ നോക്കണ്ടേ? ആ ഒരുവരനെ കൊണ്ട് മാത്രം ബുദ്ധിമുട്ടില്ല. അല്ലാത്ത ഏതെങ്കിലും ഒരെണ്ണത്തിനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ നിനക്ക്? എല്ലാത്തിനെയും തീറ്റി പോറ്റിക്കോടി. എത്ര പറഞ്ഞാലും എൻ്റെ മരുമോന് മാത്രം ഒന്നും മനസ്സിലാവില്ല. അമ്മേ, കാശിക്കുട്ടിനെ കൊണ്ട് ഞാൻ പുറത്തോട്ട് പോട്ടെ അമ്മേ. അമ്മമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.